വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തുല്യനാമത്തിൽ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഈ നല്ല പകലിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നത് ചില ദിവസങ്ങൾ ദൈവത്തോടു കൂടെ ഇരിക്കുവാനാണ്. സ്തോത്രം. ദൈവത്തോടു കൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടും. ആ മഹത്വം നമ്മിൽ വെളിപ്പെടുമ്പോൾ നാം ആള് മാറിയവരെ പോലെ ആയിത്തീരും. അത് ദൈവത്തിന് പ്രസാദമാകും എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഉപവാസത്താലും പ്രാർത്ഥനയാലും സകലത്തിനെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന്. ഈ നല്ല പകൽക്കാലം പ്രാരംഭ പകലിൽ ഉപവാസത്തോടുള്ള വിഷയമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഞാൻ വായിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. സ്തോത്രം. ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ കരുതുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകളും വിചാരങ്ങളും കണ്ടിട്ടല്ല, പിന്നെയോ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആവശ്യം നാം നമ്മുടെ ദൈവത്തോട് പറയുകയും അത് പ്രാപിച്ച് എടുത്തുകൊണ്ട് മടങ്ങുവാനുമാണ് നാം ദൈവസന്നിധിയിൽ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും കടന്നു വന്നിരിക്കുന്നത്. ഈ നല്ല പകൽക്കാലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് ദൈവം തരുമെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ അത് പ്രാപിച്ച് മടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കും. വചനം വ്യക്തമായി പറഞ്ഞ എങ്ങനെയാണ്? അതിൻ്റെ 12-ാം വാക്യം, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് നൽകിയത്, അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ ആത്മാവ് മനുഷ്യനെ പാപത്തിലേക്കും ശാപത്തിലേക്കും വഴിതെറ്റിച്ച് കൊണ്ടുപോയി ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ ദൈവം നൽകി തന്ന വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സത്യത്തിൻ്റെ വഴിയിൽ നടത്തും. അതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കളങ്കമില്ലാത്ത ഹൃദയമായിട്ട്, സംശയദൃഷ്ടിയോടെ നോക്കിക്കാണാതെ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും. കാരണം യേശു കർത്താവ് താൻ സ്നേഹിക്കുന്ന മക്കളെ കരുതുന്നത് ലോകത്തിലുള്ളവരെ കരുതുന്ന പോലെ അല്ല, പിന്നെയോ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞ. അങ്ങനെയെങ്കിൽ കരുതുന്ന ദൈവം ഒരു നേരം കരുതിയതിന് ശേഷം പിന്നത്തേതിൽ തീർന്നുപോയി എന്ന് പറഞ്ഞു പോകുന്നവനല്ല. വിളിച്ചു വേർതിരിക്കുന്ന നാൾ മുതൽ ഭൂതലത്തിൽ പാർക്കുന്ന കാലം മൊത്തവും നിത്യരാജ്യത്തിൽ എത്തുന്ന സമയത്തോളം അവൻ കരുതി നടത്തുവാൻ ശക്തനാ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. സ്തോത്രം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭാരവും പേറിയാണ് അവൻ യാത്ര ചെയ്യുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ആ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യാതെ ആ ഭാരം എൻ്റെ മേൽ ഇറക്കി വച്ചതിന് ശേഷം നിങ്ങൾ സ്വതന്ത്രമായി എങ്കിലേക്ക് നോക്കുക. സ്തോത്രം. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ഇന്നുവരെ ലജ്ജിച്ചു പോയ ചരിത്രമില്ല. നീ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, നീ ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ ചോദ്യം ചെയ്തുകൊണ്ട് പിശാച് പല വഴിയിലൂടെ നിനക്ക് എതിരായി വരും. ആ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിലേ കഴിയത്തുള്ളൂ.
നമുക്ക് യേശുവിൻ്റെ അടുക്കൽ പിശാച് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിനോട് യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് പിശാച് തന്ത്രം മെനഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് യേശുവിന് മനസ്സിലായി. ഈ നല്ല പകലിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ നാം ചില വിഷയങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വിഷയം, അത് ഒന്ന് വിദ്യാഭ്യാസം, 2 അവരുടെ ഭാവി ജീവിതം, 3 നാളെയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ. ഈ 3 വിഷയം നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനാണ് നാം വന്നത്. മറ്റൊരു വിഷയം നമ്മുടെ കൂട്ടാളിയെക്കുറിച്ചാണ്. സ്തോത്രം. കൂട്ടാളിക്ക് ജോലി ചെയ്യാൻ ആരോഗ്യം ബലം വേണം. ശരീരാത്മകതകളിൽ രോഗം ബാധിച്ചെങ്കിൽ അത് വിട്ടുപോകണം. ഭവന അന്തരീക്ഷത്തിൽ ഒരു സമാധാനപരമായ ഒരു ജയജീവിതം നയിപ്പാൻ കൂട്ടാളിയെ ദൈവം സഹായിക്കണം. അപ്പോൾ ഈ വിഷയം നമ്മൾ ദൈവസ്ഥലിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം. അതുപോലെ തന്നെ നമ്മുടെ ഭവനത്തിലെ കലവറ, ആ ഭവനത്തിലെ കലവറ പലപ്പോഴും ശൂന്യമായി പോകുകയാണ്. എത്ര കൊണ്ടുവന്നിട്ടും എത്ര കരുതി വെച്ചിട്ടും അത് അതിൻ്റെ അളവിലൊരു പൂർണ്ണതയിൽ വെച്ച് വിളമ്പുവാൻ കഴിയാതെ പലപ്പോഴും കാലാപെറുക്കുന്ന അനുഭവം പോലെ നാം മാറ്റപ്പെടുന്നു. കർത്താവേ, അതിനൊരു മാറ്റം തരണമേ എന്ന് പറയുക ദൈവത്തിൻ്റെ സന്നിധിയിൽ. മറ്റൊന്ന്, വിശ്വാസ ജീവിത യാത്രയിൽ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോഴും വരുമ്പോഴും പിശാച് വഴിയിൽ തടഞ്ഞു നിർത്തി അപവാദങ്ങൾ പറയുകയും കുറ്റപ്പെടുത്തുകയും വഴിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ആ ശത്രുവിൻ്റെ പോരാട്ടം കാരണം മുൻപോട്ട് പോകാൻ കഴിയാത്ത ഒരു തടസ്സം. ഈ വിഷയം ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനാണ് ദൈവസന്നിധി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകിത്തരാമെന്ന് പറഞ്ഞ കർത്താവ് അത് നൽകിത്തരുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവപാദപീഠത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങിടുന്നു ഊടാടി സഞ്ചരിച്ച് നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ജയിക്കുവാൻ നിനക്കും എനിക്കും കഴിയത്തില്ല. പക്ഷേ നീ സേവിക്കുന്ന ദൈവത്തിന് അറിയാം നീ തകർന്നു പോകുമെന്നുള്ളത്. അതുകൊണ്ട് തകർന്നു പോകാതെ ഇരിക്കേണ്ടതിന് പിശാചിനോട് പറയുക, അവനെൻ്റെ മകനാ, അവളെൻ്റെ മകളാ, തൊട്ടുപോകരുത്. ആ ഭയം പിശാചിനുള്ളത് കൊണ്ടാണ് പലപ്പോഴും അവൻ നമ്മെ തൊടാതെ അകന്ന് മാറി നിന്ന് ഇത്തരം ചിന്തകൾ കൊണ്ടുവന്ന് ദൈവത്തിൽ നമ്മെ അകറ്റാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നീ നിന്നത് നിന്റെ കൃപയാലല്ല, നിന്റെ കഴിവിനാലല്ല, നിന്റെ പണത്തിൻ്റെ പ്രാഗൽഭ്യത്താലല്ല, നിന്റെ ആൾബലത്താലല്ല, നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേന്മയാലല്ല, ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് നീ പറയാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞെ, നീ പിശാചിൻ്റെ മുമ്പിൽ പരാജയപ്പെടത്തില്ല, ലോകത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെടത്തില്ല, നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ പരാജയപ്പെടത്തില്ല, നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ പരാജയപ്പെടത്തില്ല. അവരുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തി നിന്നുകൊണ്ട് പറയും, എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഇരുന്നത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടില്ല. അവൻ എന്നെ വിജയത്തിലേക്ക് അത്രേ ഇന്നുവരെ നടത്തിയത്. ഇനിയും അധികം വിജയത്തിലേക്ക് ഞാൻ മുന്നേറേണ്ടതിന് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് നീ പറയുവാൻ സ്വർഗം നിന്നെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഏതു വിധത്തിലും നിന്റെ വിശ്വാസ ജീവിതം തകർത്ത് ലോകത്തിൻ്റെ മുമ്പിൽ ഒരു പരസ്യക്കോലമാക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഒന്നിനും അവന് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് കലക്കത്തിൻ്റെ ആത്മാവിനെ കൊണ്ടിടും. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ നിന്റെ മനസ്സൊന്ന് പതറിപ്പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. നീ പോലും അറിയാത്ത വിഷയങ്ങൾ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് അത് ശരിയാണോ, ഇത് ശരിയാണോ, അങ്ങനെ ശരിയാണോ, ഇങ്ങനെ ശരിയാണോ, അവരെ പോലാണോ നീ, ഇവരെ പോലാണോ നീ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ കുഴപ്പിക്കും. സ്തോത്രം. എന്നാലൊന്നും മനസ്സിലാക്കണം, അവരിവരും വീണ് കിടന്നപ്പോൾ താങ്ങിയെടുത്തത് നീയാ. അവരിവരും വീഴുമെന്ന് പറഞ്ഞപ്പോൾ വീഴാതെ നടത്തിയത് നിന്റെ ദൈവമാ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഞാൻ നിൽക്കും. സ്തോത്രം. ശത്രുവിനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരാ? നിങ്ങളിൽ വസിക്കുന്നത് എന്തുവാ?
ഓ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാ, ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാ, ഇതിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവിരിക്കുന്നിടത്തോളം കാലം ഒരു പിശാചും എന്നെ ജയിക്കത്തില്ല എന്ന് നീ വിശ്വസിച്ചിട്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം. നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയാലുണ്ടല്ലോ, നിന്റെ മുഖം വാടുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. ഏതെല്ലാം തരത്തിൽ നിന്റെ നേരെ ശത്രു പോരാടിയാലും ശത്രു പരാജയപ്പെടും. സ്തോത്രം. ഈ നല്ല പകലിൽ വ്യക്തമായി പറയട്ടെ, എന്തുകൊണ്ടാണെന്നറിയാമോ? ബലഹീനനായ നിന്റെ മുമ്പിൽ ശത്രു പരാജയപ്പെടുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ആവസിക്കുന്നത് കൊണ്ടാ. അതുകൊണ്ട് ദൈവ പൈതലേ, ശത്രു പറയുന്ന വാക്ക് കേട്ട് നീ പുറകോട്ട് നോക്കരുത്. ലോകത്തിൻ്റെ മോഹങ്ങൾ കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകരുത്. എന്നെ ശക്തനാക്കുന്ന കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്ത്യത്തോളം എന്നെ കരം പിടിച്ച് നടത്താമെന്ന്. ആ വിശ്വാസം നിന്റെ അകത്ത് മുറുകെ പിടിച്ചു കൊള്ളണം. സ്തോത്രം. കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ പറയുന്നു. സ്തോത്രം. ദുർനടപ്പുകാരോട് സംസർഗമരുത്. സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം നമ്മോട് പറയുന്നതെന്നറിയാമോ? ലോകത്തിൽ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തിൻ്റെ നാമത്തിൽ ഒരുപാട് പേർ ദൈവവചനത്തെ കൊട്ടിവളച്ച് നിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുവാൻ നിന്റെ മുമ്പിൽ കടന്നു വരും. എന്നാൽ ആ നിമിഷം ലോകത്തിലേക്ക് നോക്കാതെ സത്യത്തിൻ്റെ ആത്മാവ് നൽകി തന്ന കർത്താവിങ്കലേക്ക് നോക്കണം. കർത്താവ് പറഞ്ഞത്, അന്ത്യത്തോളം ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ വന്ന് നിന്നെ വീഴ്ത്തുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ ആത്മാവ് നിന്നോട് പറയും, കുഞ്ഞേ, നീ ദൈവത്തിൻ്റെ പൈതല, ഒരിക്കലും അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ പിന്നാലെ പോകരുതെന്ന് പറയുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. നോക്ക്, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു, ദുർനടപ്പുകാരോട് സംസർഗമരുത്. ആരാണ് ദുർനടപ്പുകാരൻ? സ്തോത്രം. ക്രിസ്ത്യാനി എന്ന് പേർപ്പെട്ടിട്ട് ക്രിസ്തുവിൻ്റെ അനുയായികളെ പഴിക്കുകയും ദുഷിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന പാപികളായ കുറേ മനുഷ്യർ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ക്രിസ്ത്യാനി എന്ന് പേർപ്പെട്ട്, സഹോദരൻ എന്ന് പേർപ്പെട്ട് നിന്നോട് കൂടെ നിന്നിട്ട് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ കുഞ്ഞുങ്ങൾക്കുമെതിരെ മാറി നിന്ന് കുറ്റം പറയുന്ന ഇവനോടുകൂടെ സഹകരിക്കരുതെന്നാണ് പറയുന്നത്. സ്തോത്രം. നാം തിരിച്ചറിയണം, പിശാച് ഏതു വിധത്തിലും വിശ്വാസ ജീവിതത്തിൽ നിന്ന് നിന്നെ പറിച്ചു കളയുവാൻ പദ്ധതി ഒരുക്കി നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നിൻ്റെ നോട്ടം എവിടെയായിരിക്കണം എന്നറിയാമോ? ധനത്തിലായിരിക്കരുത്, ലോകത്തിലായിരിക്കരുത്, മനുഷ്യനിൽ ആശ്രയിക്കരുത്. സ്തോത്രം. പിന്നെയോ, നിന്നെ വീണ്ടെടുത്ത ദൈവത്തിൽ ആശ്രയിക്കണം. സ്തോത്രം. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാ, കുറഞ്ഞു എന്ന് കാണുമ്പോൾ ഞാൻ അടുക്കലേക്ക് വന്ന് നിന്നെ നിറപ്പാൻ ശക്തനാണെന്ന്. സ്തോത്രം. നിന്റെ മക്കൾ ഒരനുഗ്രഹമായിരിക്കുമെന്ന്. സ്തോത്രം. നിന്റെ കുടുംബം ദേശത്ത് അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞേ, അതിനെ തകർക്കുവാൻ, അതിനെ തടയുവാൻ ഒരു മന്ത്രവാദിക്കോ ഒരു പിശാചിനോ ഒരു ദേശാധിപതി ശക്തിക്കോ ഒരു ഭരണകൂടത്തിനോ കഴിയത്തില്ല. കുഞ്ഞേ, നിന്നെ വിളിച്ചത് സർവശക്തനായ ദൈവമാണെങ്കിൽ ആ കർത്താവ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തി വരും കാലം വരെയും ഒരനർത്ഥവും വരുത്താതെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നിന്നെ കാക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണെന്ന് ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ നീ ഒന്ന് വിശ്വസിക്ക്. മനുഷ്യൻ പറയുന്നതല്ല കേൾക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അത് പ്രകാരം നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. കൂട്ടുകാരിൽ പരമായി നിന്നെ ഉയർത്തുവാൻ എൻ്റെ കർത്താവ് മതിയായവനാ. കാറ്റും കോളും തിരമാലകളും ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ അന്നുവരെയും അവർ കണ്ടിട്ടില്ലാത്തൊരത്ഭുതം. ആ കടലിൻ്റെ നടുവിൽ
കണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയട്ടെ, ജീവിതമാകുന്ന നിങ്ങളുടെ ജീവിത പടകിന് നേരെ പ്രതികൂലത്തിൻ്റെ കാറ്റാഞ്ഞടിക്കുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധിയുടെ കാറ്റാഞ്ഞടിക്കുമ്പോൾ, രോഗമാകുന്ന കാറ്റാഞ്ഞടിക്കുമ്പോൾ, കുഞ്ഞെ പതറിപ്പോകല്ലേ, പതറിപ്പോകല്ലേ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്. സ്തോത്രം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിശ്വാസം നിൻ്റെ ഹൃദയത്തിനകത്തേക്ക് നീ കൊണ്ടുവന്നിട്ട് പറയണം, കർത്താവേ, നിൻ്റെ ഹിതം മാത്രം നിവർത്തിക്കപ്പെട്ടാൽ മതി എന്ന് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ തല ഉയർന്നിരിക്കും. സ്തോത്രം. തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനൊരു ഭാഗം കാണുന്നുണ്ട്. പൗലോസും കൂട്ടരും കപ്പൽ ഛേദം വന്ന്, സ്തോത്രം, കടലിൽ പലക കഷത്തി പിടിച്ചുകൊണ്ട് മുങ്ങിത്താഴാൻ പോകുമ്പോൾ പൗലോസിനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, പൗലോസേ, ഈ ആഴിയുടെ അഗാധങ്ങളിൽ നീ താണു പോകയില്ല. സ്തോത്രം. താഴുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. നിന്നോട് കൂടെ ഉള്ള ഇവരും നീയും രക്ഷ പ്രാപിക്കും. നീയും ഇവരും അടുത്ത ദിവസം നിങ്ങൾ ബർബർമാരുടെ നടുവിൽ നിൽക്കേണ്ടതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ പട്ടുപോകത്തില്ലെന്ന് കടലിനകത്ത് ജീവനും മരണവുമായി പോരാടുന്ന പൗലോസിനോട് ദൈവം പറയുമ്പോൾ മറ്റുള്ളവർ വിശ്വസിച്ചില്ല. പക്ഷെ പൗലോസ് വിശ്വസിച്ചു. കാരണം കടലിനെയും കരയെയും ഉണ്ടാക്കിയ സർവശക്തന ആ ആഴിയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞത്, ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കു കുഞ്ഞെ. ഏത് പ്രതികൂലത്തിൻ്റെ കാറ്റ് ജീവിത പടകിന് നേരെ ആഞ്ഞടിച്ചാലും, എന്തെല്ലാം രോഗം ദേശത്ത് കടന്നു പിടിച്ചാലും, നീയും നിന്റെ കുഞ്ഞുങ്ങളും സുരക്ഷിതരായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാ. അതുകൊണ്ട് മഹത്വം മുഴുവനും ദൈവത്തിന് കൊടുക്ക്. ലോകത്തിലെ വൈദ്യന്മാർ മെഡിസിൻ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ലോകത്തിലെ പണം അത് നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉപകരിക്കത്തില്ല. ലോകത്തിലെ മനുഷ്യർ ഒരു പരിധി കഴിയുമ്പോൾ ഇട്ടേച്ചു പോകും. ലോകത്തിൽ എല്ലാവരും കണ്ടില്ല എന്ന് പറഞ്ഞ് മുഖം തിരിക്കും. പക്ഷേ ഹൃദയനുറുക്കത്തോടെ നീ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, ഞാൻ എന്തു ചെയ്യണ്ടു? കർത്താവ് ആ നിമിഷം നിന്നോട് പറയും, ഭയപ്പെടണ്ട മോനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഇവയൊന്നും നിന്നെ മുക്കിക്കളയത്തില്ല. പ്രിയ ദൈവ പൈതലേ, ഈ നല്ല പകലിൽ ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ വാക്കുകൾക്കല്ല ചെവി കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്താണോ പറയുന്നത് അതിന് ചെവി കൊടുത്തിട്ട് അത് വിശ്വാസത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് അത് പ്രകാരം നീ യാത്ര ചെയ്യാൻ തയ്യാറായാൽ ഈ ലോകത്തിൽ നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തി ഉണ്ടായിരിക്കത്തില്ല. ലോകം നിന്നെ കാണുമ്പോൾ പറയുന്നത്, ഓ, നീ നശിച്ചു പോയി, ഇനി നീ ഉയർച്ച പ്രാപിക്കത്തില്ല, നിന്നെ സഹായിക്കാൻ ആരുമില്ല. ഓ, നിൻ്റെ പാസ്റ്റർ കയ്യിൽ എന്തോ ഉണ്ട്, നിങ്ങളുടെ കൂട്ടുവിശ്വാസിയുടെ കയ്യിൽ എന്തോ ഉണ്ട്, നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവരാരും സഹായിച്ചില്ലല്ലോ, ഇനി നീ ഇങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. അന്നേ പറഞ്ഞില്ലേ നിന്നോട് പോകണ്ടാന്ന്, അന്നേ പറഞ്ഞില്ലേ നിൽക്കണ്ടാന്ന്, അന്നേ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ വരാൻ. സ്തോത്രം. നോക്ക്, പിശാചിൻ്റെ തന്ത്രം നോക്കിക്കോണേ. നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും പിശാചിനറിയാം. കാരണം ദൈവത്തെ വിശ്വസിച്ച് വീടും വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും വിട്ടിട്ട് യേശു മതിയെന്ന് പറഞ്ഞ് വെള്ളത്തിലിറങ്ങി മുങ്ങി പൊങ്ങുമ്പോൾ, സ്തോത്രം, പിശാചിന് മനസ്സിലായി, ഇത്രയും കാലം ഞാൻ അവനെ അവളെ തടഞ്ഞു വെച്ചത് അവന്മാർ നിൽക്കാതെ ഇപ്പം യേശുവിൻ്റെ പൈതലായി തീർന്നു. അതുകൊണ്ട് ഇനി യേശു അവരുടെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുമെന്ന് ആ പിശാചിനറിയാൻ. കാരണം യേശു കർത്താവ് വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തില്ല. എൻ്റെ കാരണം യേശു കർത്താവ് മനുഷ്യനല്ല. എൻ്റെ കർത്താവ് സത്യം ചെയ്തതിലും ഛേദം വന്നാൽ മാറത്തില്ല. സ്വത്രം. അങ്ങനെയുള്ള വാഗ്ദത്തം നിവർത്തി നിൻ്റെ ജീവിതത്തിൽ വരുവാൻ സമയമാകുമ്പോൾ അന്നുവരെ ഇല്ലാത്ത പ്രതികൂലം അധികമായി നിൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. സ്വത്രം. അത് കാണുമ്പോൾ പിന്മാറിപ്പോകാതെ, ആ എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവർത്തിയുടെ സമയമായെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുകൂടി താഴ്ത്തി ഏൽപ്പിച്ച് നീ പ്രാർത്ഥിക്കണം. സ്തോത്രം. വചനം പറഞ്ഞിങ്ങനെ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല എന്ന്. വിശുദ്ധ മത്തായി സുവിശേഷം 17-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് കഴിയാത്തത് സർവശക്തനായ കർത്താവ് ചെയ്തെടുത്തപ്പോൾ അവർ കർത്താവിനോട്
ചോദിക്കൊരു ചോദ്യമുണ്ട്. ഇന്നലെ വരെ ഞങ്ങൾ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് ദേശത്ത് അങ്ങോളം ഇങ്ങോളം അവിടുത്തെ മഹത്വത്തെ ഞങ്ങൾ പ്രസിദ്ധമാക്കി കർത്താവേ, പക്ഷേ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ ഞങ്ങൾക്ക് ആർക്കും കഴിഞ്ഞില്ല. ഞങ്ങൾ മാറി മാറി കൈവച്ച് പ്രാർത്ഥിച്ചു, പക്ഷേ ആ കുഞ്ഞ് സൗഖ്യമായില്ല. എന്തുകൊണ്ടാണ് അപ്പ ഞങ്ങൾക്കതിന് കഴിയാഞ്ഞത്? ഇതിലും വലിയത് നീ ഞങ്ങളോട് ചെയ്തെടുക്കാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലെ, ഞാൻ വ്യക്തമായി പറയട്ടെ, അവർക്ക് കഴിയാതെ പോയത് സ്തോത്രം അവരുടെ ഹൃദയത്തിനകത്ത് കടന്നുകൂടിയ ചില ചിന്തകളാ. സ്തോത്രം. 1 മത്സരം, 2 പിണക്കം, 3 കോപം, 4 ക്രോധം, 5 ഈർഷ്യ, 6 ദ്വന്ദ്പക്ഷം. സ്തോത്രം, സ്തോത്രം. എങ്ങനെയാണിത് കടന്നുകൂടിയത്? തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങൾ തങ്ങളിലൂടെ നടക്കുന്നു എന്ന് തങ്ങൾ കണ്ടപ്പോൾ ഞാനെന്ന ഭാവം തന്നിലേക്ക് വന്നു. പിന്നെ തർക്കം തുടങ്ങി, വാദം തുടങ്ങി, മത്സരം തുടങ്ങി. ഇപ്പം ഞങ്ങളിൽ ആരാ വലിയവൻ എന്ന് തങ്ങൾക്കറിയത്തില്ല. അതുകൊണ്ട് യേശുവിനോട് ചോദിക്കാമെന്ന് അവരങ്ങ് തീരുമാനിച്ചു. സ്വത്രം. നാം മനസ്സിലാക്കണേ, ഒരർഹതയുമില്ലാതെ, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് സ്വയം ഉരുകി ജീവിച്ചിരുന്ന നിന്നെ സകലത്തിനും മതിയായി കർത്താവ് വീണ്ടെടുത്തിട്ട് പറയാം, മോനെ നീ ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞ് ദേശക്കാട് മുമ്പിൽ നിന്റെ തല ഉയർത്തിയപ്പോൾ സ്വത്രം നീ എന്ത് ചെയ്ത്? ഉയർത്തിയ ദൈവത്തെ മറന്നിട്ട് കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ ആളാവാൻ ശ്രമിച്ചു. സ്വത്രം. ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, ദൈവം ഓരോ ദിവസവും നിന്നെ കരുതുന്ന, നിനക്ക് വേണ്ടി കരുതുന്ന നന്മകളോർത്ത് ദൈവത്തിന് നന്ദി പറയുകയും ദൈവം ഉയർത്തുന്ന ഉയർച്ചയ്ക്കനുസരിച്ച് അവൻ്റെ ബലമുള്ള കയ്യിൽ താണിരിക്കുകയും ചെയ്യുവാൻ നീ തയ്യാറായാൽ കുഞ്ഞ ലോകത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. പക്ഷെ നമുക്ക് സംഭവിക്കുന്ന എന്തുവാണെന്നറിയാമോ? എന്തെങ്കിലും ഒരിത്തിരി കിട്ടുമ്പോൾ, സ്വത്രം കീറുവസ്ത്രം മാറി ഒരു വെള്ളവസ്ത്രം കിട്ടുമ്പോൾ, നടന്ന് കാലും ചെരുപ്പും ഒരുപോലെ തേഞ്ഞപ്പോൾ, ഒരു വണ്ടി കിട്ടിയപ്പോൾ, ചോന്നൊലിക്കുന്ന പെരയുടെ മേക്കൂര മാറി അതിനെ വാർത്ത് നല്ലൊരു ഭവനമാക്കി തീർത്തപ്പോൾ തന്ന ദൈവത്തെ മറന്നു. നിൻ്റെ കൈയുടെ എന്തോ ബലമാണ്, നിൻ്റെ ബുദ്ധിയുടെ എന്തോ വൈഭവമാണ്, നിന്നെ മറ്റുള്ളവരെ കൂടെ നിന്നതുകൊണ്ടാണെന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് നോക്കി അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ ആ സമയത്ത് നിന്നെ കരുതി ദൈവത്തെ നീ മറന്നു പോകുക. സ്തോത്രം. ഇവിടെ ശിഷ്യന്മാരുടെ ജീവിതത്തിലും ഇത് തന്നെയാ സംഭവിച്ചത്. സ്തോത്രം. തങ്ങളുടെ എന്തോ കഴിവും തങ്ങളുടെ എന്തോ മിടുക്കും തങ്ങളെന്തൊക്കെയോ ആണെന്നുള്ള ചിന്തയും അവരകത്ത് വന്നപ്പം ഐക്യമായി നിന്നു വേല ചെയ്യേണ്ടുന്നവർ തങ്ങളെ മത്സരിച്ചു. സ്തോത്രം. ഒടുവിൽ അവരുടെ പ്രയത്നങ്ങൾ വിഫലമായപ്പോൾ അവരിട്ടേച്ചു പോയില്ല. സ്വത്രം. അവരിട്ടേച്ചു പോയില്ല. തർക്കിച്ച് വാദിച്ച് തങ്ങളിൽ തല്ലി തല തല്ലി അവർ അകന്നു പോയില്ല. ഇന്നത്തെ ലോകത്തിൽ സ്തോത്രം നമ്മുടെ വിശ്വാസികളെ എടുത്തൊന്ന് പഠിക്കണം. സ്തോത്രം. ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ദൈവത്തെ വേണ്ട, ദൈവ മക്കളെ വേണ്ട, ദൈവ സഭ വേണ്ട, ദൈവദാസനെ വേണ്ട, ഇനി ആഗ്രഹിച്ച കാര്യം വന്ന് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെ കണ്ടാലും തിരിച്ചറിയത്തില്ല. കുഞ്ഞ്, ദൈവ കോപം നിൻ്റെ മേൽ വന്നാൽ അതിനെ മാറ്റുവാൻ ഈ ലോകത്തിൽ ഒരു വ്യക്തി വിചാരിച്ചാലും പറ്റത്തില്ല. ലോകത്തിൽ രോഗമുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. ആ ലോകത്തിലെ രോഗം മാറാൻ ഈ ലോകത്തിൻ്റെ വൈദ്യം മതി. പക്ഷെ ദൈവത്തിൻ്റെ കോപം നിൻ്റെ മേൽ വന്നാൽ ലോകത്തിലെ ഒരു വൈദ്യനും, ഈ ലോകത്തിൽ ജീവനില്ലാത്ത അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവച്ചിട്ട് ഭിക്ഷ യോജിക്കുന്ന ദൈവങ്ങളുണ്ടല്ലോ. സ്വത്രം. അല്ലേ? ഓ പാസ്റ്ററെ, അങ്ങനെയൊന്നും പറയല്ലേ പാസ്റ്ററെ. തെരുവോരങ്ങളിൽ ഇങ്ങനെ കൈ നീട്ടിയിരിക്കല്ലേ. സ്വത്രം. ഇവിടെയൊക്കെ ചെന്ന് കമന്ന് വീണാലൊന്നും മാറത്തില്ല. സർവശക്തനായ ദൈവം ഇറങ്ങി വന്ന് അവൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുത്താൽ, എന്നിട്ട് തെറ്റിപ്പോയി എന്ന് സമ്മതിക്കാൻ തയ്യാറായാൽ ആ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം നീങ്ങിപ്പോകും. കാരണം മനുഷ്യൻ ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്.
പക്ഷെ എങ്ങനെ ആശ്രയിക്കണമെന്നും എങ്ങനെ ദൈവത്തെ പിൻപറ്റണമെന്നും പലർക്കും അറിയത്തില്ല. സ്വത്രം. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിനകത്ത് വ്യക്തമായി കാണുന്നുണ്ട്. 20-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഇത് സർവശക്തനായ ദൈവം പറഞ്ഞതാ. പക്ഷേ സർവശക്തനായ ദൈവത്തെ വിട്ടച്ച് ലോകത്തിൽ കാണുന്നതും കേൾക്കുന്നതും പലരും പറയുന്നത് കേട്ടിട്ട് അതൊക്കെ ദൈവമെന്ന് പറഞ്ഞ് നടക്കുക. അതുകൊണ്ട് എന്ത് പറ്റുന്നു? നിന്റെ വേദന വർദ്ധിക്കുകയല്ലാതെ ആ വേദന നീങ്ങിപ്പോകുന്നില്ല. ജീവനില്ലാത്തതിൻ്റെ പിന്നാലെ പോയിട്ട് ദൈവമെന്ന് വിളിച്ചാൽ ആ ജീവനില്ലാത്ത തിരിഞ്ഞുപോലും നോക്കത്തില്ല. പക്ഷെ ജീവനുള്ള ദൈവത്തെ നീ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ടൊന്ന് വിളിച്ചു നോക്ക്. യേശുപ്പാ, ഞാനിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വല്ലാതെ ഭാരപ്പെടുന്നു, എനിക്ക് വേണ്ടി ഒന്നിറങ്ങി വരണമേ, എൻ്റെ ഈ വിഷയത്തിനൊന്നും മറുപടി തരണമെന്ന് നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് നീ ഒന്ന് വിളിച്ചാൽ സർവശക്തനായ ദൈവം അവിടെ ഇറങ്ങി വന്ന് നിനക്ക് മറുപടി തരും. യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ തങ്ങളെ കൊണ്ട് കഴിയാതെ പോയത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി വന്നു. യേശു കർത്താവ് പറഞ്ഞു, മക്കളെ, നിങ്ങൾ തർക്കിക്കുന്നതും മത്സരിക്കുന്നതും വാദിക്കുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് കഴിയാതെ പോയത്. അതുകൊണ്ട് പോയിരുന്ന് ഉപവസിക്ക്, പോയിരുന്ന് പ്രാർത്ഥിക്ക്. എൻ്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ കുറവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. ആ ആത്മാവ് പ്രാപിച്ചിട്ട് നിങ്ങൾ വീണ്ടും പോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ലോകമാകുന്ന പിശാച് നിന്നെ എന്ന് ദൈവം കരങ്ങളെടുത്തോ അന്ന് മുതൽ തകർക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് ലോകത്തിൻ്റെ മോഹങ്ങളെ കാണിച്ച് നിന്നെ വശീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, ആദ്യ സ്നേഹത്തിൽ നിന്ന് ഞാൻ പിന്മാറിപ്പോയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ മനസ്സിലാക്കണം, കർത്താവേ എന്നോട് മനസ്സലിയണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ ഇരിപ്പാൻ ദൈവ പൈതലേ നിനക്ക് നീ തയ്യാറുണ്ടെങ്കിൽ നീ എങ്ങും തോറ്റുപോകാൻ ദൈവം കൊടുക്കത്തില്ല. പാപിയായ പാപിയായ വേശ്യയായ സ്ത്രീയെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലേണ്ടുന്നവള് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിനെ അടുക്കൽ വരുമ്പോൾ വരികയല്ല, അവളെ പിടിച്ചുകൊണ്ട് വന്നതാ. സ്തോത്രം. ആര്? ന്യായശാസ്ത്രിമാരും പ്രമാണിമാരും പുരോഹിതന്മാരും സ്തോത്രം കൊണ്ടുവന്നപ്പോൾ സ്തോത്രം അവർ പറഞ്ഞൊരു കാര്യം, ന്യായപ്രമാണ പ്രകാരം യേശുവെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ വ്യവസ്ഥയുണ്ട്, പക്ഷേ നിന്റെ അഭിപ്രായം കൂടെ ഒന്ന് കേട്ടിട്ട് എവളെ എറിയുവാൻ വേണ്ട, ഞങ്ങളുടെ കൈ കല്ലിരിപ്പുണ്ട്, നീ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളത് ചെയ്യാം, നീ ചെയ്യണ്ട. സ്വത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, കല്ലും കൊണ്ടുവന്നവർ എറിയുവാനായി കരം പൊക്കി നിൽക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞ വാക്കൊന്ന് കേൾക്കണേ, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ഈ നല്ല പകൽക്കാലം ദൈവമക്കളെ ഞാൻ പറയട്ടെ, നിന്നെ കുറ്റം പറയുവാനും നിന്നെ നിന്ദിക്കുവാനും നിന്നെ പരിഹസിക്കുവാനും നിന്നെ ദേശത്തുനിന്ന് ഓടിക്കുവാനും നിന്റെ ഭവനത്തിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടാക്കി നിന്റെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുവാൻ വേണ്ടി പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ നീ മനസ്സിലാക്കണം, ദൈവം എൻ്റെ കൂടെയുണ്ട്, പിശാചിൻ്റെ തന്ത്രം ഫലിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് സർവശക്തൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, ഈ പിശാചിനെ തല തകർക്കുവാൻ എനിക്ക് കഴിവില്ല, ദൈവമേ നീ ഇപ്പോൾ പ്രവർത്തിക്കണമേ. പ്രൈസ് ദി ലോർഡ്. 800 ചില്ലുവാനം മന്ത്രവാദികളും അശേര പ്രവാചകന്മാരും കർമ്മേലിൻ്റെ കൊടുമുടി നിൽക്കുമ്പോൾ ഏകനായി നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് നോക്കി ദൈവപ്രവർത്തിക്ക് വേണ്ടി ആഗ്രഹിച്ച ഏലിയാവിൻ്റെ മുമ്പിൽ സ്വർഗമിറങ്ങിയെങ്കിൽ 800 ചില്ലുവാനം അശേര മന്ത്രവാദികൾ സ്വത്രം ബാലിൻ്റെ പ്രവാചകന്മാർ രാവിലെ മുതൽ ഉച്ചവരെയും ശരീരം മുറിച്ച് രക്തമൊഴുക്കി വിളിച്ചിട്ടും അവൻ്റെ ബാല് പ്രവർത്തിക്കാതെ മൗനമായിരുന്നെടുത്ത് ഒറ്റ
വാക്ക് പറഞ്ഞപ്പോൾ ഏലിയാവിൻ്റെ ദൈവം യാഗപീഠത്തിന് തീയിറക്കിയെങ്കിൽ ദൈവ പൈതലേ, നീ പറഞ്ഞാൽ എൻ്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്ക്. ലോകം മുഴുവൻ നിനക്കെതിരാവട്ടെ, സകല അധികാരികൾ നിനക്കെതിരാകട്ടെ, സഭക്കാർ മുഴുവനും നിനക്കെതിരാകട്ടെ, നിന്റെ ബന്ധുമിത്രും ചാർച്ചക്കാരും പിതൃഭവനക്കാരും എതിരാവട്ടെ, എൻ്റെ കർത്താവ് നിന്നോട് അനുകൂലമായിരിക്കുന്നിടത്തോളം കാലം ഒടുവിൽ നീ ആയിരിക്കും ജയിച്ചു പുറത്തു വരാൻ പോകുന്നത്. ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളാ കർമ്മേലിലെ കൊടുമുടിയിൽ രാവിലെ മുതൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഓർക്കണേ, ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ മാത്രമല്ല, ഏലിയാവ് അവിടെ തോറ്റാൽ, ദൈവം പ്രവർത്തിക്കാതെ ഇരുന്നാൽ, കർമ്മേലിൻ്റെ കൊടുമുടി നിൽക്കുന്ന ആഹാബിൻ്റെ കയ്യിലിരിക്കുന്ന വാള് ഏലിയാവിൻ്റെ കഴുത്തിന് മേൽ വീഴും. സ്തോത്രം. പക്ഷേ ഏലിയാവിനൊരു ഉറപ്പുണ്ട്, അവിടെ എല്ലാം കൊണ്ടിരുത്തി എനിക്ക് വേണ്ടി കരുതിയ ദൈവം ഈ കർമ്മേലിൻ്റെ കൊടുമുടിയിലും എനിക്ക് വേണ്ടി കരുതും. ഒരല്ലേ പറഞ്ഞ് പറ. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, എൻ്റെ കർത്താവ് വെളിച്ചട്ടു വഴിയിലിട്ടേച്ച് പോകുന്നവനല്ല. സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്തോത്രം. സ്തോത്രം. നോക്ക്, രാവിലെ മുതൽ സ്തോത്രം അളമുറിയാതെ. സ്തോത്രം. ഘോരം ബാലേ ഇറങ്ങി വാ എന്ന് പറയുമ്പോൾ 800 ചില്ലുവാനം പേരെ കൊടുമുടിയിലുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏലിയാവിനൊന്നറിയാം, ഇവിടത്തോളം എന്നെ കൊണ്ടുവന്നത് ദൈവമാണെന്ന്. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഞാൻ വന്നതല്ല, എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്നതാണെന്ന്. ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണെന്ന്. കുഞ്ഞ്, ലോകം പറയും നീ തോറ്റു പോകുമെന്ന്, ലോകം പറയും നീ ഈ ദേശത്ത് പാർക്കത്തില്ലെന്ന്, ലോകം പറയും നിന്റെ തലമുറ പട്ടുപോകുമെന്ന്, ലോകം പറയും നിന്റെ കൂട്ടാളി മുന്നേറത്തില്ലെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയാ, നീ ഒരനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹത്തിന് വേണ്ടിയ കർത്താവ് വിളിച്ചത്. സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവ്, വാക്ക് മാറാത്തവനായി അന്ത്യത്തോളം നിൻ്റെ കൂടെ നിൽക്കും കുഞ്ഞെ. അതുകൊണ്ട് ഒരിക്കലും നിൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്. നിൻ്റെ വിശ്വാസത്തിൽ നീ ക്ഷീണിച്ച് മടുത്തു പോകരുത്. പരിശുദ്ധാത്മാവിൽ നീ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നില്ല്. സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കും. സ്തോത്രം. പാട്ടുകാരൻ പാടിയൊരു പാട്ടിൻ്റെ 2 വരിയും കൊണ്ട്, എന്തെല്ലാം വന്നാലും കർത്താവിൻ്റെ പിന്നാലെ സന്തോഷമായ യാത്ര ചെയ്യും, കാരണം എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ലോകത്തിലെ മനുഷ്യനല്ല പറഞ്ഞത്, പിന്നെയോ എന്നെ വീണ്ടെടുത്ത എൻ്റെ കർത്താവാ പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ആ കർത്താവത്രേ നിങ്ങളോടും വാഗ്ദത്തം ചെയ്തത്. കുഞ്ഞെ, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. കുഞ്ഞെ, നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുമെന്ന്. കുഞ്ഞെ, നിൻ്റെ കൂട്ടാളി അനുഗ്രഹിക്കപ്പെടുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തെ മുറുകെ പിടിക്ക്. മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ടിട്ട് അതിൻ്റെ പുറകെ അല്ല പോകേണ്ടത്. നിരാശപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സ് മടിച്ച് തകർന്നല്ല പോകേണ്ടത്. എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. നീ ഒന്ന് പറ ഇന്ന് പകൽക്കാലം. ആരൊക്കെ നിൻ്റെ മുമ്പിൽ പ്രതികൂലമായി നിന്നാലും നിൻ്റെ ഉടഞ്ഞും തകർന്നുമിരിക്കുന്ന ഹൃദയത്തിൻ്റെ മുമ്പിൽ സ്വർഗം ഇറങ്ങി വരും. സ്തോത്രം. ലോകത്തിൽ ആർക്കും ചെയ്തെടുക്കാൻ കഴിയാത്ത ഒരു മഹത്വത്തിലേക്ക് സ്വർഗം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്തി മാനിക്കും. സ്തോത്രം. അതാർക്കും തടയാൻ കഴിയാത്തതുപോലെ സർവശക്തനായ ദൈവം ചെയ്തെടുക്കുമെന്ന് വിശ്വസിക്ക്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ വിശ്വാസത്തോടെ നമുക്ക് യാത്ര ചെയ്യാം. ഈ വചനങ്ങൾ ആ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.